ഇറാനെ തകർത്തെറിയും നശിപ്പിക്കുമെന്നൊക്കെയാണല്ലോ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തള്ളിക്കളയാൻ മേല, കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. എന്തൊക്കെ പോകും, എന്തൊക്കെ സമാധാന നായകൻ ഇപ്പോ യുദ്ധത്തിന്റെ നായകനായി മാറിയിരിക്കുകയാണ്, നാശത്തിന്റെ നായകനായി മാറിയിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമെന്ന് ലോകത്തിന് പ്രവചിക്കാൻ കഴിയാത്ത, ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഇതുവരെ ഉണ്ടാകുന്ന ആഗോള നയതന്ത്ര രീതികളിലും യുദ്ധ രീതികളിലുമൊക്കെ മാറ്റം വരുത്തുന്നതാണ് ട്രംപിന്റെ സമീപനങ്ങൾ. അപ്പൊ ഇപ്പൊ ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിന്, കരയുദ്ധം വരെ ഉണ്ടായ, കാരണം ഒത്തിരിയേറെ മറീനുകളെയും ഭടന്മാരെയും ഒക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കാനും അവിടെ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാനും ഒരു ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ സംശയിക്കാനില്ല. 2-3 ആഴ്ച കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്നും അവിടെയുള്ള ബാക്കിയുള്ളവരെ കൂടെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഇറാനിലുള്ളവരെയും ഒക്കെ, ഇസ്രായേലില് പോലും ഒരു സംരക്ഷണം ഉണ്ടെങ്കിലും ഇപ്പൊ പാടില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വലിയ യുദ്ധത്തിൽ പോകുമോ എന്നൊരു പേടി അവിടെയുണ്ട്, ഗൾഫ് മേഖലയിൽ ആകെയുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങള് വഷളായുകയാണ് എന്ന കാര്യം സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്ന് തന്നെ മനസ്സിലാക്കാം. US ഭാഗത്തു നിന്നും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ 57,000-ത്തിലധികം US സൈനികരെ മേഖലയിൽ വിന്യസിച്ചതായും ട്രംപ് പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ കരയുദ്ധത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ലോകം കാണുന്ന ഏറ്റവും വലിയൊരു പ്രാദേശിക യുദ്ധം തന്നെ ആയിരിക്കില്ല ഇത്. തീർച്ചയായിട്ടും, കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വളരെ വിശാലവും ക്രഷിംഗ് ആയിട്ടുള്ള, ബ്രോഡറും ക്രഷിംഗുമായിട്ടുള്ള, തകർക്കുന്ന ഒരു തിരിച്ചടി നൽകും എന്ന് ഇറാനിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇറാനില് എവിടെയോ ആരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അതിൽ ഏതാണ് ശരിയെന്ന് പോലും അറിയാൻ മേലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ ഇറാനിലൊരു പഴയ ഭരണകൂടം പൂർണ്ണമായിട്ട് പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഏത് നിലയിലേക്ക് പോകുന്നുവെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയും. കാരണം നമുക്കറിയാം, ഇടയ്ക്കൊരു സമാധാന ചർച്ചകൾക്ക് ശ്രമം നടക്കുന്നു. പാകിസ്ഥാനിലേക്ക് ഒമാന്റെയും ഒക്കെ ആളുകളെ, പ്രതിനിധികളെ വിളിക്കുന്നു. പക്ഷെ അപ്പോഴും ഇതിനോടൊന്നും, ഈ പാകിസ്ഥാൻ നടത്തിയ ഇതിനോടൊന്നും അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ ഇറാനോ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ ഒരാളുമായിട്ടും ചർച്ചയില്ല എന്ന് പറയുന്നുണ്ട്, അമേരിക്കയായിട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്നും പറയുന്നു. അപ്പൊ ഇത് എവിടെയാണ്, എങ്ങനെയാണ് ഇത് പോകുന്നത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെയുണ്ട്. നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇറാൻ. ആ ഒരു കാര്യമൊക്കെ വെച്ച് വൻതോതിലുള്ള മിസൈൽ സംവിധാനങ്ങളും അപ്രതീക്ഷിത ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലോകം കാണുന്ന വലിയൊരു യുദ്ധമായി ഇത് തീരുമെന്നും സംശയിച്ചൂടെ? തീർച്ചയായിട്ടും ഇറാന്റെ മുഴുവൻ ആണവശേഷി, അതായത് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കയ്ക്ക് തകർക്കാൻ കഴിയുമെന്ന്, അല്ലെ ഇപ്പം തകർത്തു എന്ന് കരുതാനാവില്ല. കാരണം ഇറാൻ ഒരു വലിയ വിശാലമായ രാജ്യമാണ്. അവിടെ പലയിടത്തായിട്ട് ഇറാന് മിസൈൽ ശേഖരങ്ങൾ, പലയിടത്തായിട്ട് പ്രധാന ശേഖരങ്ങൾ തകർത്താൽ പോലും പിന്നെയും ബാക്കി ഉണ്ടാവാം. അപ്പൊ മിസൈലുകളും ഡ്രോണുകളും അവർക്ക് ആവശ്യത്തിനേറെ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ. സ്വാഭാവികമായിട്ടും ഇത് എവിടം വരെ ചെല്ലും, അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അത് ആഗോള ക്രമത്തിൽ മാത്രമല്ല വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വഷളാകുമോ എന്നൊരു പേടിയും നിലവിലുണ്ട്. ഇപ്പോൾ ഗൾഫ് മേഖലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ അനുഭവിക്കുക? നമുക്കറിയാം, ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവരുടെയൊക്കെ ഒരു ആശങ്ക അത് ഏത് രീതിയിലാണ്? ആശങ്ക വലിയ തോതിൽ, നമുക്കറിയാം പെട്രോളിന്റെ വില തന്നെ ഭാരതത്തിൽ 106 വില കടന്നു, രൂപയുടെ വില ഇടിയുന്നു. എല്ലാത്തിനും, പാചകവാതത്തിന്, വളത്തിന്, രാസവളം, യൂറിയ അടക്കമുള്ളവർക്കെല്ലാം ക്ഷാമം പതുക്കെയെങ്കിലും തുടങ്ങുന്നു. ഇവിടെ സർക്കാർ എത്ര മുന്നറിയിപ്പ് കൊടുത്താലും ഒരാഴ്ചത്തേക്കുള്ള എണ്ണ കരുതൽ ശേഖരം പോലും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ പോലും ഇത്രയും പ്രതിസന്ധിയാണെങ്കിൽ യുദ്ധം നേരിട്ട് തന്നെ ബാധിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, ഈ രാജ്യങ്ങളൊക്കെ ഏറ്റവും അധികം മലയാളികളുള്ള രാജ്യങ്ങളാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. ഇന്ത്യക്കാരെയും പ്രവാസികളും
മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ലക്ഷക്കണക്കിന് പേര്, ഏതാണ്ട് 1 കോടിയോളം പേര് ഈ മേഖലയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്, മധ്യേഷ്യയിലും ഗൾഫിലും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, പലരും തിരിച്ചു പോരുന്നു. നമുക്കറിയാമല്ലോ, ഒരാഴ്ച മുമ്പ് തന്നെ 3.5 ലക്ഷം പേര് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 3.5 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ സംഖ്യയാണ്. ഇത് പല സ്റ്റേറ്റുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. അപ്പോ ഇത് ഇനിയും കൂടുതൽ ശക്തമായാൽ ആളുകൾക്ക് തിരിച്ചെത്തുന്നവരുടെ പ്രതിസന്ധി, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ പ്രതിസന്ധി, വരുമാനം നഷ്ടപ്പെടുന്നതിന്റെ പ്രതിസന്ധി, അവരുടെ കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൂടാതെയാണ് വിലക്കയറ്റവും അതുവഴി ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക തകർച്ചയും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാക്കുന്ന, ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികൾ. അത് അമേരിക്കയിലടക്കം ബാധിച്ചു കഴിഞ്ഞു. മറ്റു പല ലോകരാജ്യങ്ങളെയും ഇത് ബാധിച്ചു കഴിഞ്ഞു. ഇത് കൂടുതൽ ഇനിയത് എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.